ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 2 ചൊവ്വാഗ്രഹം മീനം രാശിയിലേക്ക് രാശി മാറുന്നു. മീനം രാശിയിൽ ശനി സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ആ ശനി ചൊവ്വയുമായിട്ട് ബന്ധം വരുന്നു, യോഗം വരുന്നു. അങ്ങനെ അഗ്നിമാരുത യോഗം മീനം രാശിയിൽ വരുന്നു. അപ്പോൾ ചൊവ്വയുടെ മീനം രാശിക്കുള്ള രാശിമാറ്റവും അഗ്നിമാരുത യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിൽ 2 ചൊവ്വാഗ്രഹം കുംഭരാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വാഗ്രഹം മീനം രാശിയിൽ ഉണ്ടാകും. മീനം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ വ്യയസ്ഥാനമാണ്, 12ാം ഭാവസ്ഥാനമാണ്. അത് ഒരു ജലരാശിയാണ്. അപ്പോൾ ആ ജലരാശിയിലാണ് സൂര്യൻ, അതുപോലെ ശനി, അതുപോലെ ചൊവ്വ ജലരാശിയിലേക്ക് വരുന്നു. അപ്പോൾ 3 ഗ്രഹങ്ങളുടെ യോഗം അവിടെ ആ 12ാം ഭാവരാശിയിൽ, അതായത് കാലപുരുഷൻ്റെ 12ാം ഭാവരാശിയിൽ വരികയാണ്. അപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്നികാരകത്വമുള്ളൊരു ഗ്രഹമാണ്, ഒരു ആക്ഷൻ്റെ ഗ്രഹമാണ്, പ്രകോപനത്തിൻ്റെ ഗ്രഹമാണ്, തർക്കങ്ങളുടെ ഗ്രഹമാണ്, വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്, പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ചൊവ്വയെ എടുക്കാം. ശനി എവിടെ നിൽക്കുകയാണ്? ശനി പ്രത്യേകിച്ച് ഹാർഡ് വർക്കിൻ്റെ ഗ്രഹമാണ്, അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്, ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. ഒരു സേവകനായിട്ട് നമുക്ക് വേണമെങ്കിൽ ശനിയെ കാണാം. അവിടെ സൂര്യൻ നിൽക്കുകയാണ്. സൂര്യൻ ഭരണകർത്താവായിട്ട് നമുക്കെടുക്കാം, അല്ലെങ്കിൽ സർക്കാരായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ സർക്കാർ, അതായത് ഭരണകർത്താവ്, അതുപോലെ നിയമജ്ഞൻ, അതുപോലെ യോദ്ധാവ്, ഈ 3 പേരും ഒന്നിക്കുന്ന സ്ഥലമാണ് ഈ മീനം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വാഗ്രഹം മീനം രാശിയിലേക്ക് വരുമ്പോൾ പൊതുവെ നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, ദേശീയ അന്തർദേശീയ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. സംയമനത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും ഒരു ആവശ്യകതയാണ് ഈ 3 ഗ്രഹങ്ങളും ചേരുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പൊതുവെ നമുക്ക് ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയൊക്കെ സമയമാണ്. ഇപ്പോൾ അത് മുഖാന്തരമുള്ള അക്രമങ്ങൾ, അത് മുഖാന്തരമുള്ള എന്തെങ്കിലും സ്ഫോടനങ്ങൾ, അതിലേക്കൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ഉത്കണ്ഠയുടെയും അല്ലെങ്കിൽ ഒരു ഭയപ്പാടിൻ്റെയൊക്കെ ഒരു സമയമായിട്ട് നമുക്ക് ഈ അഗ്നിമാരുത യോഗം ശനിയും ചൊവ്വയായിട്ട് ചേരുന്ന അല്ലെങ്കിൽ യോഗം ചെയ്യുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അത് പൊതുവേ നമുക്ക് ദേശീയ അന്തർദേശീയ തലത്തിലും പ്രത്യേകിച്ച് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ജലരാശിയിലാണ്, മീനം രാശിയിലാണ് ആ ചൊവ്വയും അതുപോലെ ശനിയും യോഗം ചെയ്യുന്നത്, അഗ്നിമാരുത യോഗം വരുന്നത്. അപ്പോൾ ജലരാശിയിൽ വരിക എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമുക്ക് സമുദ്രപ്രദേശം അല്ലെങ്കിൽ തീരപ്രദേശം, അവിടെയൊക്കെ നമുക്ക് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആക്രമണങ്ങൾ, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, ചുഴലിക്കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് നമ്മൾ ഒരു ദേശീയ തലത്തിലൊക്കെ അന്തർദേശീയ തലത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ. അതേസമയം വ്യക്തിതലത്തിൽ പൊതുവേ നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ, അതുപോലെ ഒരു കൺഫ്യൂഷൻ്റെ സമയം എന്ന് പറയാം, തീരുമാനം എടുക്കാൻ കഴിയാത്ത സമയം എന്ന് പറയാം, അമിത ചിന്തകൾ നമ്മളെ വേട്ടയാടുന്ന സമയമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ ചില കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയം കൂടെയാണ് ഈ ശനിയും ചൊവ്വയും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചൊവ്വയും ശനിയും ഒന്നിക്കുകയും ചൊവ്വ മീനം രാശിയിലേക്ക് രാശി മാറുക വഴി ഓരോ കൂറുകാരും ലഗ്നക്കാരും ഏത് രീതിയിലായിരിക്കും അത് സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ശനിയുടെയും ഈ ചൊവ്വയുടെയും യോഗവും അല്ലെങ്കിൽ ചൊവ്വയുടെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റവും ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനു ലഗ്നക്കാരെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാണ് ചൊവ്വ. ആ ചൊവ്വ ഏപ്രിൽ 2 അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ 4 സ്ഥിതി ഉണ്ടാകും. 4 ശനിയുണ്ട്, കണ്ടകശനി സമയമാണ്.
അതുപോലെ 4 സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ശനിയും ചൊവ്വയും 4 അഗ്നിമാരുത യോഗം വരുന്നത്. സുഖസ്ഥാനത്താണ് അഗ്നിമാരുത യോഗം വരുന്നത്. അപ്പം ഈ 4 ഭാവാധിപനും ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 7 സഞ്ചരിക്കുന്നു, ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമാണ്. എങ്കിലും ഈ 4 ഈ ശനി ചൊവ്വ യോഗം വരിക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷണൽ റിയാക്ഷനിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉണ്ടാകുന്നത് കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടാക്കും. അപ്പോൾ അവയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചൊവ്വ 4 വരിക എന്ന് പറയുമ്പോൾ സഡനായിട്ടുള്ള ചേഞ്ചസ് അത് കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ട്, കുടുംബ അറ്റ്മോസ്ഫിയറിലുണ്ടാകാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ അതുപോലെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വാഹനം വാങ്ങണമെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങണമെന്നുള്ളൊരു ചിന്ത ഒക്കെ ചിലപ്പോൾ ഈ ചൊവ്വ 4 വരിക വഴി ഉണ്ടാകും. അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചില മോഡിഫിക്കേഷനൊക്കെ നടത്തണമെന്നുള്ളൊക്കെ ചിന്തയൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒരു സഡനായിട്ടുള്ള ഒരു മാറ്റം ചിലപ്പോൾ കുടുംബതലത്തിൽ ഉണ്ടാക്കാം. അതേസമയം കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചൊവ്വ 5 ഭാവാധിപനാണ്. ആ ചൊവ്വ 4 വരിക എന്ന് പറയുമ്പോൾ ഭാവത്തിൻ്റെ 12 വരുന്നത്. അപ്പോൾ 5 ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിനുള്ള ചില മാർഗങ്ങൾ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, സന്താനങ്ങൾക്ക് വിദേശത്ത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആലോചനകൾ, ഇതൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. പ്രത്യേകിച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ എൻജിനീയറിംഗ് കോഴ്സ് പുതിയ തലത്തിലൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശ പഠനത്തിനൊക്കെ ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഈ 5 ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 വരിക വഴി ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ചിലപ്പോൾ ഈ 5 ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 വരുമ്പോൾ 5 ഭാവം പ്രണയഭാവമാണ്. അപ്പോൾ ലവ് ലൈഫിലൊക്കെ ഒരു സഡൻ ടെൻഷനൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ അത് പ്രണയ പങ്കാളിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ അവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ചിലർക്ക് അവരുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമുക്ക് ഈ പൊതുവെ നമുക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഇമോഷണലായിട്ട് ഒരു കാര്യത്തിലും റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ചൊവ്വ 12 ഭാവാധിപനും കൂടിയാണ്. ഈ 12 ഭാവാധിപൻ സുഖസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ കുടുംബത്തിൽ ചെലവ് കൂടുന്ന ഒരു സ്ഥിതി ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീട് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ വസ്തുക്കൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഡനായിട്ടുള്ള എക്സ്പെൻഡിച്ചറിനൊക്കെ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളൊക്കെ ഫോക്കസ് കൂടും, അതുവഴിയൊക്കെ ചിലവ് കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ 12 ഭാവാധിപൻ 4 വരിക വഴി ഉണ്ടാകുന്നത്. അതേസമയം 12 ഭാവാധിപൻ 4 വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ സുഖക്കുറവ്, ഉറക്കക്കുറവ്, ശാരീരികമായിട്ടുള്ള ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ 12 ഭാവാധിപൻ 4 വരുമ്പോൾ ചിലർക്ക് വിദേശത്തൊക്കെ ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവിടെ ഒരു പാർപ്പിടം കണ്ടെത്തിയാൽ എന്തെന്നുള്ളൊരു ചിന്ത ഉണ്ടാകാം. അല്ലെങ്കിൽ വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. അതുപോലെ വീട് മാറാനൊക്കെ ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ വീട് മാറി താമസിക്കുന്നതിനുള്ള ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ ചൊവ്വ 4 ഭാവരാശിയിലേക്ക് വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യ ചിന്തകൾ, ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ ചൊവ്വയുടെ 4 ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം. ചിലർക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും ചിലപ്പോൾ ആ 4 ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം. അതേസമയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അതിലൊക്കെ വഴി നേട്ടം ഉണ്ടാകും. ഫാമിലി മാറ്റേഴ്സിൽ കഴിവതും അന്യരുടെയൊക്കെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പറയാം. അതുപോലെ ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7 നിൽക്കുന്ന സമയമാണ്. ജന്മലഗ്ന രാശിയാധിപൻ 7 നിൽക്കുന്നു. ആ ഗുരു ഇപ്പോൾ ലഗ്നത്തിൽ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ അത് വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂല സമയമാണ്. ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിവാഹ ആലോചന 12 ഭാവാധിപൻ എന്നുള്ള രീതിക്ക് ആലോചനകളൊക്കെ വരുമ്പോഴും നമ്മൾ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവ്,
ഇപ്പോൾ 7-ലൊക്കെ ഗുരു നിൽക്കുന്നെങ്കിൽ അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല സമയമാണ്. എങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വയുടെ 10 ദൃഷ്ടിയൊക്കെ വളരെ നല്ലതാണ്. അതൊക്കെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരും. അത്തരം തൊഴിലവസരങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് തയ്യാറാക്കും. അതൊക്കെ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നത്. കാരണം ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ദിഗ്ബലമൊക്കെ ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ പകുതി ഈ 9-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏപ്രിൽ 14 കഴിയുമ്പോൾ ഭാഗ്യഭാവാധിപൻ ഉച്ചരാശിയിലേക്ക് വരികയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് ഒരു ഉയർച്ചയുടെ സമയം എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അപ്പോൾ പൊതുവെ തൊഴിൽ അന്വേഷണത്തിൻ്റെയൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയം എന്ന് പറയാം. ചൊവ്വ 11-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ 11-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് ഈ 4-ന്റെ അഷ്ടമസ്ഥാനമാണ് ഈ 11 എന്ന് പറയുന്നത്. അപ്പോൾ ആ 11-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. 5-ാം ഭാവാധിപനൊക്കെ ആയതുകൊണ്ട് സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ തൊഴിൽ ബിസിനസ് വഴിയൊക്കെ പൊതുവെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ ബന്ധം വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ചൊവ്വ 12-ാം ഭാവാധിപനായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ ഈ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും ചൊവ്വയും ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ശനിയും ആ അഗ്നിമാരത യോഗം 3-ൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും 4-ാം ഭാവാധിപനാണ് ചൊവ്വ, 11-ാം ഭാവാധിപനാണ് ചൊവ്വ. 4-ാം ഭാവാധിപത്യം കൊണ്ട് ചൊവ്വയ്ക്ക് ഒരു ശുഭത്വമുണ്ട്. അപ്പോൾ 4-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ 3-ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പം 3-ൽ ശനിയുണ്ട്, 3-ൽ സൂര്യനുണ്ട്. അപ്പോൾ ആ 3-ലാണ് ശനിയും ചൊവ്വയുമായിട്ടുള്ള അഗ്നി മാരുത യോഗം വരുന്നത്. ഇപ്പം 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് ധനം സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 3-ലൊക്കെ ശനി നിൽക്കുന്ന സമയമാണ്, 3-ൽ ചൊവ്വയുള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ധൈര്യം വീര്യം ഒക്കെ കൂടും. ഏത് തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളിലേക്കും കടന്നു പോകുന്നതിനുള്ളൊരു ധൈര്യവും വീര്യവും ഈ സമയത്ത് ഉണ്ടാകും. കർമ്മമണ്ഡലത്തിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമെന്ന് പറയാം. അതുപോലെ നമുക്ക് പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഊർജ്ജസ്വലതയുടെ സമയമാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിലെ ഈ സഹോദരങ്ങളുമായിട്ടൊക്കെ സഹോദരങ്ങൾക്ക് ആ 3-ലെ ചൊവ്വ എന്ന് പറയുന്നത് അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം. അവരുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ധൈര്യം വീര്യം ഒക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും കുടുംബത്തിൽ ഒരു ധാരണയില്ലായ്മ ചിലപ്പോൾ ഈ ശനിയും ചൊവ്വയും 3-ൽ ബന്ധപ്പെടുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് യാത്രകളുണ്ടാകും. യാത്രകളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയവും കൂടെയാണ്. കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുജൻ 11-ാം ഭാവാധിപനാണ്. 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മീഡിയ, മാർക്കറ്റിംഗ്, അതുപോലെ എഴുത്തുകാർ, പബ്ലിക്കേഷൻ പ്രസാധകർ, അവർക്കൊക്കെ തന്നെ ഈ 11-ാം ഭാവാധിപൻ 3-ൽ വരുമ്പോൾ ഈ മേഖലകൾ വഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ ചില നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വയും ശനിയൊക്കെ 3-ൽ യോഗം വരുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ്, അതുപോലെ ഈ അയൽവക്കക്കാർ, ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു സംയമനം വേണം. ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ
ഈ അവർക്കിടയിലുള്ള ആ സൗഹൃദത്തിനൊക്കെ ഒരു മങ്ങലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ മനസ്സിലാക്കുക. അതുപോലെ ഈ 3-ലൊക്കെ ചൊവ്വയുടെയൊക്കെ ശനിയുടെയൊക്കെ സ്ഥിതി വരുമ്പോൾ, അതുപോലെ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ സ്ഥിതിയും ആ 3-ൽ ഉള്ള സമയമാണ്. അപ്പോൾ ചിലർക്ക് ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ENT റിലേറ്റഡ്, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർ അവിടെ ഒരു കെയർ കൊടുത്തു പോകണം. അതുപോലെ ചിലപ്പോൾ ചില മോശമായ ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ആശയങ്ങളും വീക്ഷണങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ വിമർശനങ്ങൾ ഈ സമയത്തുണ്ടാകാം. അപ്പം ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കാര്യസാധ്യത്തിനുള്ള പരിശ്രമവും ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്തുണ്ടാകും. ചൊവ്വ 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ 3-ാം ഭാവത്തിൻ്റെ 3-ന്റെ 4-ാം ഭാവമാണ് ഈ 6 എന്ന് പറയുന്നത്. അവിടെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയും. അമിതമായിട്ടുള്ള അധ്വാനം, ശരീരക്ലേശങ്ങൾ ഒക്കെ ചിലപ്പോൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ അവിടെ അതിനൊക്കെ സാധ്യതയുണ്ട്. കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശത്രുക്കളെയൊക്കെ നമുക്ക് അമർച്ച ചെയ്യാനൊക്കെ കഴിയും. അതുപോലെ തന്നെ സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഏത് പ്രശ്നങ്ങളിലും ശ്രദ്ധ കൊടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഈ 6-ലെ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. 6-ലിപ്പോൾ വ്യാഴവും കൂടെ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ദൂരയാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒക്കെ ഉള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ചൊവ്വ 9-ലെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ദൂര പഠനമൊക്കെ നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ദൂര തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. എഴുത്തുകാർക്ക്, പബ്ലിഷേഴ്സിന്, അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം 3 നിൽക്കുന്ന ചൊവ്വ 9 ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ കഴിയുന്ന സമയമാണ്. നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയ്ക്കുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്നും കൂടെ പറയാം. ചൊവ്വ 10-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 10-ലെ ചൊവ്വയുടെ ദൃഷ്ടി നല്ലതാണ്. പക്ഷേ 3-ന്റെ അഷ്ടമഭാവമാണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിലിൽ നമുക്ക് സഡനായിട്ടുള്ള ഒരു മാറ്റം ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടാകാം. അതുപോലെ അവരുടെ അധികാരം, പ്രത്യേകിച്ച് ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഒരു അധികാരം ഒക്കെ ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഉയർന്ന അധികാരമൊക്കെ പ്രയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിലിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തൊഴിലിടത്ത് എങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തൊഴിലിടത്ത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ, നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അഗ്രസീവായിട്ടുള്ള എനർജി തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ സംസാരത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള തീരുമാനങ്ങൾ കഴിവതും തിടുക്കത്തിൽ എടുക്കാതിരിക്കുന്നതും ഈ സമയത്ത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത് കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് നോക്കാം. കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 3-ഉം 10-ഉം ഭാവാധിപനാണ്. 3-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2-ന് 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ 2-ാം ഭാവരാശിയിൽ ഉണ്ടാകും. 2-ാം ഭാവരാശിയിൽ സൂര്യനുണ്ട്, 2-ാം ഭാവരാശിയിൽ ശനിയുണ്ട്. ശനിയും ചൊവ്വയുമായിട്ടുള്ള അഗ്നിമാരുത യോഗം 2-ാം ഭാവരാശിയിൽ വരികയാണ്. 3-ാം ഭാവാധിപൻ 2 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാകണമെന്നില്ല. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ 3-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് 3-ാം ഭാവാധിപൻ അതിൻ്റെ 12ലേക്ക് വരുമ്പോൾ. അതുപോലെ കുജൻ 10-ാം ഭാവാധിപനും കൂടിയാണ്. 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2 വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ നമുക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുമെന്ന് പറയാം. വർക്കിലൂടെ നമുക്ക് ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം തൊഴിലിലൂടെ, ഇപ്പോൾ നമുക്ക് സാലറി ഹൈക്കിലൂടെയോ മറ്റെന്തെങ്കിലും പാക്കേജ് വർധനവിലൂടെയൊക്കെ നമുക്ക് നേടാൻ കഴിയുന്ന സമയമാണ്. ശനിയും ചൊവ്വയൊക്കെ 2-ൽ വരിക, അഗ്നിമാരുത യോഗം വരുമ്പോൾ കുടുംബത്തിൽ
പ്രത്യേകിച്ച് ഒരു ഒരു അസ്വാസ്ഥ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലപ്പോൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ബേഡ് കമ്പനിയിലൊക്കെ പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. കുജൻ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഈ പ്രത്യേകിച്ച് 2-ന്റെ 4-ാം ഭാവമാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പഠനത്തിലൊക്കെ ടെൻഷൻ കൂടും. പൊതുവെ നമ്മൾ ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് പഠനത്തിൽ ഫോക്കസ് കൂടുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. അതേസമയം ഈ നമുക്ക് ഈ പ്രണയ ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു പ്രണയ പങ്കാളിയോട് നമുക്ക് വേണമെങ്കിൽ ഇമോഷണലായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ കൂടുന്ന സമയമായിരിക്കും. അതേസമയം ചിലർക്ക് ഇപ്പോൾ അതൊക്കെ ഈ ചൊവ്വ ഓരോരുത്തരുടെയും ജാതകത്തിൽ ഏത് ഭാവാധിപത്യമാണെന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം വരാം. ചിലർക്ക് ചിലപ്പോൾ പ്രണയബന്ധത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുജൻ അഷ്ടമഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഷ്ടമഭാവത്തിലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അത് 2-ന്റെ 7-ാം ഭാവമാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാത്രകളിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടസാധ്യതയുള്ള ബിസിനസ്സൊക്കെ ചിലപ്പോൾ ലാഭകരമാക്കി മാറ്റാനുള്ള ഒരു കഴിവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നഷ്ടത്തിൽ ഓടുന്ന ബിസിനസ്സൊക്കെ എടുത്ത് ലാഭകരമാക്കി മാറ്റാനൊക്കെ കഴിയും. ജോയിൻ്റ് അസറ്റൊക്കെ വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് പുനർവിന്യാസം നടത്തിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ചൊവ്വയുടെ ഈ അഷ്ടമരാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ 9-ാം ഭാവരാശിയിലേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് 2-ന്റെ അഷ്ടമമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പിതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പിതൃധനം കിട്ടുന്നതിനൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പം വന്നു നേരാം. അതുപോലെ തന്നെ ഈ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരിക്കാതെയുള്ള ചില ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ധർമ്മ പ്രവർത്തനങ്ങൾക്കും അതുമായിട്ടുള്ള യാത്രകൾക്കുമൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. അതിലൊക്കെ ഫോക്കസ് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് ചൊവ്വയുടെ ആ 9-ലെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ പറയാം. 9-ലൊക്കെ വേഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഗുരുക്കന്മാർ, അതുപോലെ മുതിർന്നവർ, പിതാവ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ അവരുമായിട്ടൊക്കെ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ നിലനിർത്തി പോകാൻ കഴിയുന്നവർക്ക് അവരുടെയൊക്കെ ഉപദേശമൊക്കെ ഈ സമയത്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതും മീനൻ രാശിയിൽ അഗ്നിമാരുത യോഗമൊക്കെ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കുറുകാർ എന്ന് പറയുമ്പം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും 2ഉം 9ഉം ഭാവാധിപനാണ് ചൊവ്വ. ഏപ്രിൽ 2-ന് ആ ചൊവ്വ ജന്മ ലഗ്ന രാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 10 വരെ ആ ചൊവ്വ ജന്മലഗ്ന രാശിയിലുണ്ടാകും. അവിടെ സൂര്യനുണ്ട്, അവിടെ ശനിയുണ്ട്. ഇപ്പോൾ ആ ജന്മരാശിയിലാണ് അഗ്നി, ശനിയും ചൊവ്വയുമായിട്ടുള്ള അഗ്നി മാരുത യോഗം വരുന്നത്. ഇപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മലഗ്ന രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള, നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യക്ഷമതയൊക്കെ കൂട്ടുന്നതിനും നമ്മുടെ അതിനൊക്കെയുള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ചൊവ്വ വരുമ്പോൾ കൂടുതൽ ആക്റ്റീവാകും, കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാകും. പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയം എന്ന് തന്നെ പറയാം. പൊതുവേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കൂടുന്ന സമയമാണ്. ഇപ്പോൾ 2-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 12 വരുമ്പോൾ നമുക്ക് പൊതുവെ കുടുംബത്തിൽ ഒരു സുഖക്കുറവിന് ചിലപ്പോൾ സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനുള്ള ഒരു സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ഈ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടൊക്കെ കുടുംബത്തിലൊക്കെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അവിടെ നമ്മൾ
രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 ജന്മരാശിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ചൊവ്വ ഭാഗ്യഭാവാധിപനും കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശി വരിക എന്ന് പറയുന്ന ഒരു രാജയോഗമാണ്. പ്രത്യേകിച്ച് അത് ഭാഗ്യാനുഭവം ഉണ്ടാക്കും. പ്രത്യേകിച്ച് മുതിർന്നവരുടെയോ ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ഒക്കെ ഗൈഡൻസ്, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ അനുവർത്തിച്ചു പോകുന്നവർക്ക് വളരെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റിലായാലും ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അതിലൊക്കെ നമുക്ക് വിജയം കണ്ടെത്താനൊക്കെ ആ 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ വരിക വഴി ഉണ്ടാകും. ഭാഗ്യനേട്ടങ്ങൾ നമുക്ക് ഈ നമ്മുടെ വ്യക്തിതലത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. സ്വയം ധനാർജനം നടത്തുന്നതിനും അതുപോലെ തന്നെ ധനവും നമുക്ക് പൊതുവേ നമുക്ക് ചില സന്തോഷ അനുഭവങ്ങൾ, ഭാഗ്യ അനുഭവങ്ങളൊക്കെ ആ ചൊവ്വയുടെ ജന്മരാശിയിലേക്കുള്ള സ്ഥിതി കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം ചൊവ്വയും ശനിയും ജന്മരാശിയിലാണ് യോഗം ചെയ്യുന്നത്. അപ്പോൾ ജന്മരാശിയിൽ പ്രത്യേകിച്ച് ശനിക്കിപ്പോൾ അല്പം മൗഢ്യമുള്ള സമയമാണ്. എങ്കിലും ചൊവ്വയും ഒക്കെ ജന്മരാശിയിൽ യോഗം ചെയ്യുമ്പോൾ അല്പം പിടിവാശി കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വ ഒരു പോരാട്ടത്തിൻ്റെ ഗ്രഹമാണ്, തർക്കത്തിൻ്റെ ഗ്രഹമാണ്, വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രഹം ജന്മരാശിയിൽ വരുമ്പോൾ പിടിവാശി കൂടും, കർക്കശ നിലപാടുകൾ ഈ സമയത്തുണ്ടാകും, അല്പം അഹങ്കാരമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ നടത്തും. അവിടെയൊക്കെ ഒരു കെയർ വേണം. അതാണ് 9ാം ഭാവാധിപൻ നമ്മുടെ ജന്മരാശിയിൽ വരുമ്പോൾ മുതിർന്നവരുടെയൊക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് നല്ല ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനോഭാവം, അല്പം ഒരു അക്രമവാസന, ക്രൂരത, ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. കാരണം ശനിയും ചൊവ്വയും ജന്മരാശിയിൽ യോഗം ചെയ്യുമ്പോൾ ആ അഗ്നിമാരുത യോഗം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മനോഭാവം ഈ കൂറുകാർക്ക് ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ കൊണ്ടുള്ള മുറിവ്, എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കുജൻ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മീനൻ രാശിയുടെ 4ാം ഭാവരാശിയിലേക്ക് ലഗ്നരാശിയാധിപനും 4 നിൽക്കുന്ന സമയമാണ്. അവിടെയൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പൊതുവേ നമുക്ക് പ്രത്യേകിച്ച് ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂല സമയമാണ്. വാഹനം, അതുപോലെ വീട് പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ജന്മലഗ്നരാശിയാധിപനും 4 നിൽക്കുന്ന സമയമാണ്. അവിടെ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. ഭവന സംബന്ധമായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതിന് മോഡിഫിക്കേഷനൊക്കെ അനുകൂല സമയമാണ്. പുതിയ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ അനുകൂല സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും ഒക്കെ തന്നെ ഒരു നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ചൊവ്വ 4 ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുടുംബത്തിൽ റിലേറ്റീവ്സുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ ഈ സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കഴിവതും അത്തരത്തിലുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കാമെങ്കിൽ നമുക്ക് കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആ ടെൻഷനൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം. അതുപോലെ തന്നെ പൊതുവെ ചൊവ്വ 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7 ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുമ്പം നമ്മൾ പൊതുവെ ജീവിത പങ്കാളി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല. അതേസമയം ജീവിത പങ്കാളിയുമായി പറയുന്നതിന് വിപരീതമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അത് മുഖാന്തരമുള്ള ഒരു പൊരുത്തക്കേടൊക്കെ ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 7 ചൊവ്വ മാത്രമല്ല, ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്, സൂര്യനും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 3 തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് 7 വരുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് അത് ലൈഫ് പാർട്ട്ണർഷിപ്പിലും അതുപോലെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ഒക്കെ ഒരു കെയർ കൊടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അത് ബിസിനസ്സിലായാലും ദാമ്പത്യ ബന്ധത്തിലായാലും അത് ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ചൊവ്വ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൊവ്വ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവേ അതൊരു സഡനായിട്ടുള്ള ഒരു 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 പരിവർത്തനം അല്ലെങ്കിൽ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം,
ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ ചില മേഖലകളിൽ പ്രത്യേകിച്ച് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം വന്നിട്ടുള്ളവർക്ക് അതൊക്കെ മാറി ആ റിസർച്ചൊക്കെ സ്മൂത്താവുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള മാറ്റേഴ്സിൽ ഇപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് ഉള്ളവർക്ക്, ഇപ്പോൾ വസ്തുക്കൾ ഭാഗം വയ്ക്കുന്നതുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുള്ളവർക്ക് സഡൻ ആ തർക്കങ്ങളൊക്കെ മാറി അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഓവർകം ചെയ്യുന്നതിന്, അത് തരണം ചെയ്യുന്നതിന് അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിലേക്ക് അഷ്ടമദൃഷ്ടി ആ ചൊവ്വ വരുന്നത് ഉണ്ടാകും. പൊതുവെ എങ്കിലും നമ്മൾ ഈ ജീവിത പങ്കാളിയുടെ പേരൻസുമായിട്ടൊക്കെ എന്തെങ്കിലും ജീവിത പങ്കാളിയുടെ പേരൻസ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്തി അവർ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കിപ്പം നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പ്രത്യേകിച്ച് 8ലെ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. അതേസമയം നമ്മൾ യാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.